യൂട്യൂബിലിടും. ഹലോ ഗൈസ്, എന്റെ വീട്ടിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്ത് അപ്പൊ തന്നെ എനിക്കൊരു കോൾ വന്നു. ആരുടെ ആയിരിക്കും? വീട്ടിലുള്ള വലുതിന്റെ തന്നെയായിരുന്നു ആ കോൾ. ഒരേ ഒരു ചോദ്യം, എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ നീ ജനിച്ചത് അതെയോന്നൊക്കെ ചോദിച്ചാ, അതെ മോനെ അനിയെ, എനിക്ക് നിന്നോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇത് കേട്ട് നാളെങ്ങാനും ഞാൻ ഫേമസ് ആയ നിനക്ക് അഭിമാനിക്കാരോ? ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സൂത്രം കാണിച്ചു തരാം. പണ്ട് കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിച്ചപ്പോ ഞാൻ ചെയ്തൊരു ക്രാഫ്റ്റ് ഉണ്ട്. അത് വെല്ലുമ്പോ ഇവിടേക്ക് ഒരു ഡെക്കോർ ആക്കി വെച്ചേക്കണം. ഇതിപ്പോ കോളേജ് തറവാട്ടിലേക്ക് മാറ്റിയതാണോ അതോ തറവാട് കോളേജിലേക്ക് മാറിയതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മാങ്ങയിൽ കല്ലെറിയാത്തവരായി ആരുണ്ട്? കല്ലെറിയാൻ നല്ല രീതിയിൽ തോരയുണ്ടെങ്കിലും കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കാല് തല്ലി ഒടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അറിഞ്ഞില്ല. Look at this guys. പണ്ട് വെല്ലുമാനെ വീട്ടിൽ പോയപ്പോ ഈ സാധനങ്ങൾ എന്നെ ഓടിച്ചൊരു ഓട്ടം ഉണ്ട്. അമ്മേ, ഞാൻ ജീവിതത്തിൽ മറക്കൂല. ഇനി നമുക്ക് വിഭവസമൃദ്ധമായ ഒരു ഊണ് കഴിക്കാം. അവന്റെ കരച്ചിൽ എന്ത് സഹിക്കാൻ പറ്റുന്നില്ലടോ. വൈകിട്ട് കടയിൽ പോയപ്പോ പുള്ളിനെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കലാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. നിങ്ങളിത് കണ്ടോ? നമ്മുടെയൊക്കെ ബാഹുബലിന്റെ പുറകേന്ന് കുത്തിയിട്ട് കട്ടപ്പ ഇവിടെ നിന്ന് ഹോട്ടലിൽ തുടങ്ങി സുഖമായിട്ട് ജീവിക്കണു. എന്തൊക്കെയാ കേരളത്തിൽ നടക്കണേ? എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ കൊണ്ടുപോടാന്ന് പറഞ്ഞപ്പോ എന്റെ അനിയൻ കൊണ്ടുപോയ അതിമനോഹരമായ സ്ഥലമാണ് ഇത്. അടിപൊളിയല്ലേ? എന്റെ വീട്ടുകാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രി എപ്പോഴെങ്കിലും ഇവനെ കാണാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കിയാൽ മതി. പുള്ളി രാത്രി കൂട്ടുകാരന്മാരോട് ഇവിടെ വന്നിരിക്കണേ. വേണോ വേണ്ടേ? വേണ്ടയോ? ഇനി നമുക്ക് ഉമ്മാന്റെ തോട്ടത്തിലെ കുറച്ച് വിളവെടുപ്പ് കാഴ്ചകൾ കാണാം. വല്യാപ്പ കഷ്ടപ്പെട്ട് കൊല വെക്കുന്നു, ഞങ്ങൾ ഇത് വെട്ടുന്നു. ഇതാണ് ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹം അതല്ലേ എല്ലാം. ഉമ്മാന്റെ ഒരു ഒറ്റ വെട്ട്, പഴയെല്ലാം കൂടെ പെടഞ്ഞ് താഴെ. ഇതിപ്പോ ലാഭമായല്ലോ. ഇവന്റെ യഥാർത്ഥ മുഖം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എനിക്ക് 500 രൂപ വന്നിട്ടുണ്ട്, നീ തിരിച്ചു ചോദിച്ചേക്കരുത്. യൂട്യൂബിൽ ഇടാതിരിക്കാനുള്ള പുള്ളിയുടെ ഒരു സ്ട്രാറ്റജി നോക്കണേ. കസിൻസിന്റെ വകയുള്ള ഈദ് മുബാറക്ക് ഇപ്പൊ ചൂടോടെ അങ്ങ് പോസ്റ്റ്മാൻ ചേച്ചി കൊണ്ട് തന്നേ ഉള്ളൂ. പോസ്റ്റ് വുമൺ കൊണ്ട് തന്നേ ഉള്ളൂ. ഒരു സൈഡിൽ കൂടെ ഇലക്ഷന്റെ കലാശക്കൊട്ടാണെങ്കിൽ മറു സൈഡിൽ കൂടെ ഉത്സവം നടക്കുക. എവിടെ തിരിഞ്ഞാലും ഞങ്ങളുടെ നാട്ടിൽ കുറെ പരിപാടികളുണ്ട് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഉത്സവം നടക്കുന്ന ഉത്സവപ്പറമ്പ്. ഡാൻസ് കളിക്കുന്നവരോട് ചെറിയ ചെറിയ കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. അവരായിരുന്നു ഉത്സവത്തിന്റെ താരം. ഇവിടുത്തെ ഉത്സവം ഞാൻ ആദ്യമായിട്ടാണ് കൂടുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റേതായ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. എവിടെയായാലും എന്റെ കണ്ണു തിരിയാണ് ഈ ഉത്സവപ്പറമ്പിലുള്ള കടകളിലേക്ക്. എന്നിട്ട് അവിടെ നിന്ന് വാങ്ങിയ സാധനം കണ്ടിട്ട് എല്ലാവരും എന്നോട് ചോദിക്കാൻ, നിനക്ക് വട്ടാണെന്ന്. നിങ്ങൾ പറയാം എനിക്ക് വട്ടുണ്ടോ? ഈ ഡാൻസ് കളിക്കുന്നവരുടെ നടുക്കിയിരിക്കുന്ന കുട്ടി മുരുകനെ കാണാൻ എന്ത് ഭംഗിയാലേ. ഇവരെ കണ്ടപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വന്നോ? എന്റെ മൈൻഡിലേക്ക് ആദ്യം വന്ന സംഭവം എന്താണെന്നറിയോ? ചോട്ടാ മുംബൈ. എനിക്ക് അങ്ങനെ തോന്നി. ഇതോടുകൂടി എന്റെ വീട്ടിലെ വിശേഷങ്ങൾ അവസാനിച്ചിരിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ ബൈ.